തൃശ്ശൂർ പൂരം കഴിഞ്ഞു. വെടിയിപ്പോഴും ബാക്കിയാണ് കേട്ടോ. അത് പൊട്ടിത്തീർന്നിട്ടില്ല. ഇനി അത് പൊട്ടിത്തീരാനും പോകുന്നില്ല. കാരണം അതിനൊരു അയോധ്യയാക്കി മാറ്റും. അയോധ്യയാക്കി മാറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടുത്തെ വെടി തീരുള്ളൂ. തൃശ്ശൂർ പൂരത്തിന് നടത്തിപ്പുകാർ നായന്മാരാ. പാറമേക്കാവ് ദേവസ്വം, അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വം നായന്മാർ, അവരുടെ തട്ടകമുണ്ട്. ആ തട്ടത്തിന് അപ്പുറത്തുള്ള നായന്മാർക്ക് അതിൽ പങ്കില്ല കേട്ടോ. അപ്പം ഇവിടെ ഈ പാറമേക്കാവ് തിരുവമ്പാടി അവിടുത്തെ നായന്മാരും അവരുടെ കമ്മിറ്റി, അതിൻ്റെ ആൾക്കാരും അവർ എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ ഏരിയ അതവർ എപ്പോഴും ഡൊമിനേറ്റ് ചെയ്തിരിക്കും. അധികാരത്തിൻ്റെതായിട്ട് ഡൊമിനേഷൻ. ഒരു പാരലൽ ഭരണം നടത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ പേടിപ്പിക്കാനും അവരുടെ കാര്യം നടത്തിപ്പിക്കാനും. അവിടെ കോർപ്പറേഷനാണല്ലോ, നമുക്കറിയാം, അതിനെക്കുറിച്ച് അറിയാം. അവിടെ അത് ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് കാലങ്ങളായിട്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ, പാറമേക്കാവും തിരുവമ്പാടിയും കൂടിയിട്ട് മറ്റൊരു തലത്തിൽ അവരുടെ ഒരു അധികാരത്തിൻ്റെതായിട്ടുള്ള തിമിർപ്പ് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനെപ്പോഴും ചോദ്യം ചെയ്താൽ എന്താണോ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നീ ആരടാ? ഇതെല്ലാ കാലത്തിലുള്ളതാ. ചില പോലീസ് ഓഫീസേഴ്സ് വരുന്ന സമയത്ത് ഇതിങ്ങനെ കാണിക്കരുത് കേട്ടോ. അത് ചോദിക്കാം നീ ആരടാ, അത് ചോദിക്കാം നീ ആരടാ ഞങ്ങളുടെ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ പ്രശ്നമാകും. തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഒരുപാട് അപാകതകളായിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് അവിടെ. ഒന്ന്, തൃശ്ശൂർ പൂരം ആ തേക്കുംകാട് മൈതാനിക്ക് അകത്തേക്ക് ഒതുക്കേണ്ടതുണ്ട്. സ്വരാജ് റൗണ്ടിൽ അന്ന് 4 or 5 പന്തലുകൾ പണിയുന്നുണ്ട്. അതും സ്വരാജ് റൗണ്ടിൻ്റെ നടുവിൽ കുഴി കുത്തിയിട്ട് അവിടെയാണ് ഈ പന്തൽ നാട്ടുന്നത്. അത് അനധികൃതത്വമുള്ള കാര്യമാണ്. എന്നാൽ ഒരിക്കൽ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന KK മേനോൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്വാമിജി, സ്വരാജ് റൗണ്ട് നമ്മളുടേതാ, സ്വരാജ് റൗണ്ട് ഹിന്ദുക്കളുടേതാ. അത് അമ്പലത്തിൻ്റെ പുറത്തെ പ്രാകാരം, അതായത് ആ ചുറ്റുമതിൽ, അതിൻ്റെ പുറത്തുള്ള സ്ഥലവും അമ്പലത്തിൻ്റേതാണ്. മാത്രമല്ല അതിൻ്റെ പുറത്തുള്ള വഴി, അതായത് ആ കാലഘട്ടത്തിൽ തൊടലും തീണ്ടലുള്ള കാലഘട്ടങ്ങളിൽ ആ സ്വരാജ് റൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ പാടില്ല. അഥവാ ആ ഒരു ഏരിയ, ഇന്നത്തെ പോലെ സ്വരാജ് റൗണ്ട് ഇങ്ങനെ വളച്ചിട്ടിട്ട് കെട്ടി ടാറിട്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ഒരു ഏരിയ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പാടില്ല. ആ സ്വരാജ് റൗണ്ട് അടക്കമുള്ളതാണ് വടക്കുന്നാഥൻ ക്ഷേത്രം, അല്ലെങ്കിൽ തേക്കുംകാട് അവരുടെ ഭൂമി. പക്ഷെ കാലങ്ങളെ കൊണ്ട് സ്വരാജ് റൗണ്ട് ഇപ്പോൾ അത് പൊതുജനങ്ങൾക്ക് നടപ്പാതെയായിട്ടും അവർക്ക് വാഹനങ്ങൾ ഓടിക്കാനുള്ള സ്ഥലമാക്കി മാറ്റിയെങ്കിൽ പോലും വർഷത്തിലൊരിക്കൽ അവരുടെ അധീശത്വം കാണിക്കാൻ ജനങ്ങളുടെ മേലെ നടത്തുന്നൊരു അശ്വമേധമാണ് ഈ 4-5 പന്തൽ. വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ട് തേക്കുംകാട്, അവിടെ ഇതുപോലെ 250 പന്തൽ പണിയാനുള്ള സ്ഥലമുണ്ട് അവിടെ. എന്തുകൊണ്ട് അവിടേക്ക് കയറ്റി പന്തൽ പണിയാത്ത? ഇവിടെ തന്നെ ഞങ്ങൾ പണിയുന്നുള്ളതാണ്. അവരുടെ അധീശത്വം കാണിക്കുകയാണ്. പണ്ട് തമ്പുരാക്കന്മാരൊക്കെയുള്ള കാലത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ, തമ്പുരാൻ്റെയാണ് അമ്പലം, ഉത്സവം നടത്തുന്നത് മറ്റുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത കുറേ സാധനങ്ങൾ, അതിൽ നായന്മാർ പെടും, ഈഴവന്മാർ പെടും, മറ്റെല്ലാ ജാതിക്കാരും പെടും. അപ്പം അന്നേ ദിവസം തമ്പുരാൻ അവിടെ എഴുന്നള്ളിയിരിക്കും. അദ്ദേഹത്തിൻ്റെ കസേര പ്രത്യേകം കൊണ്ടുവന്ന് കസേര അവിടെ ഇട്ടിട്ട് എഴുന്നള്ളിയിരിക്കും. അപ്പം അതിൻ്റെ ഒരു വശത്ത്, ഈ വശത്തും ആ വശത്തുമായിട്ട്
അമ്പലത്തിലെ ഇന്ന് കമ്മിറ്റിക്കാരെന്ന് പറയണേ അന്നത്തെ നടത്തിപ്പുകാർ അവരവിടെ ഇരിക്കും. എവിടെ? നിലത്തിരിക്കും. തമ്പുരാൻ കസേരയിലിരിക്കും. എന്നിട്ട് തമ്പുരാൻ ഓരോരുത്തോട് ചോദിക്കും, എന്താ നിന്റെ പേര്? എൻ്റെ പേര് നാരായണൻ എന്നാ. എന്താ ജാതി? ഞാൻ നായരാണേ. ആ, വെളുത്ത നിറൊക്കെയാണല്ലോ. അമ്മയുടെ പേരെന്താ? കുണ്ടുവിളപ്പില് കല്യാണി. ഓ ഓ ഓ ഓ ഓ ഓ ആ, കല്യാണിക്ക് സുഖമാണോ? ഓ, അമ്മയ്ക്ക് സുഖമാണ്. നിന്റെ പേരെന്താ? എൻ്റെ പേര് പ്രഭാകരൻ എന്നാ. എന്താ ജാതി? ഞങ്ങൾക്കങ്ങനെ ജാതി മതം, ഒരു ജാതി ഒരു മതം. ആ ആ ആ ആ മനസ്സിലായി 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 മനസ്സിലായി. നീയോ? ഞാൻ പടിഞ്ഞാറ്റെടുത്ത് മനയിലുള്ള ആ ഓ ഓ ഓ നമ്പൂരി അല്ലേ? എന്നിട്ട് എന്താ ഇങ്ങനെയായേ? ആ, അമ്പലത്തിൽ എത്ര ആനയുണ്ടാവും? 7 ആനയെന്ന് ഉദ്ദേശിച്ചത്. 11 ആനയായിക്കോട്ടെ. പെണ്ണുങ്ങളുടെ കൈകുട്ടികളെയും കുമ്മിയടികളെയും അതൊക്കെയും വേണം. അത് മനക്കിൽ നിന്ന് ആരംഭിച്ചാൽ മതി കേട്ടോ. ആ, 108 പെണ്ണുങ്ങളുടെ കൈകുട്ടിക്കളി, കുമ്മിയടി വേറെ 108 പെണ്ണുങ്ങളുടെ കേട്ടോ. തമ്പുരാന് താലോഗ്യം ഉണ്ടാവുമല്ലോ. ഓ, ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ എണീക്കും. എല്ലാവരും എണീറ്റ് ഇങ്ങനെ പഞ്ചമുച്ച അടക്കി നിൽക്കും. എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇരിക്കുന്ന 10-20 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, 10-20 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ നടുവിൽ വന്നിട്ട് അദ്ദേഹം അവിടെ വന്ന് തുപ്പിട്ടേ പോവുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഉത്സവം നടക്കും. നീയൊക്കെ എൻ്റെ കാലിൻ്റെ അടിയിൽ കിടന്ന് പൊളയ്ക്കുന്ന പുഴുക്കൾ മാത്രമാണ്. ഇത് കാണിക്കലാണ്, അതീശത്വം കാണിക്കലാണത്. അതിൽ നിന്നു കൊടുക്കുന്നൊരു കൂട്ടം ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോടോ തമ്പുരാനെ എന്ന് പറയും. പായകുടി തമ്പുരാനുള്ള തിരുവനന്തപുരത്താണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട് കാറിൻ്റെ മുമ്പിൽ രാജാവിൻ്റെ ചിഹ്നൊക്കെയും വെച്ച് കാറിൽ പോകുന്നത്. അടിച്ച് തകർക്കേണ്ടതൊക്കെ. കാറിൻ്റെ മുമ്പിൽ നമ്മൾ ഗവർണറിനേക്കും മുമ്പിൽ കണ്ടിട്ടില്ല ഒരു അമ്പളയ്ക്കും വയ്ക്കുന്നത്. അതുപോലെ ഒരു പെണ്ണ് പോകുന്നുണ്ട്, അതിനകത്തൊരു എല്ലാം കോരി പെണ്ണ്. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ പണ്ടത്തെ ശംഖ് മുഖത്തിരികളൊക്കെ വെച്ചിരിക്കുക, അടിച്ച് തകർക്കേണ്ടതൊക്കെ. അപ്പോൾ അതെന്തോ ആവട്ടെ. അപ്പോൾ തമ്പുരാങ്കളി ഇപ്പോൾ നടപ്പില്ല. പക്ഷെ വേറെ തരത്തിലുള്ള തമ്പുരാങ്കളിയാണ്. അതാണ് ഇപ്പോൾ തൃശ്ശൂർ നടക്കുന്നത്. തൃശ്ശൂർ പൂരം ഒരു പൂരം മാത്രമല്ല, അതൊരു അശ്വമേധം കൂടിയാണ്. തൃശ്ശൂരും തേക്കുംകാട് മാത്രമല്ല, തൃശ്ശൂരും അട്ടക്കം അത് ഞങ്ങളുടേതാണെന്ന് ഒരു ദിവസമെങ്കിലും, ഒരു ദിവസം പറയാൻ പറ്റില്ല, പക്ഷെ 10 ദിവസത്തോളം അവിടെ പന്തൽ കെട്ടി ഉയർത്തുന്നുണ്ട്, ബ്ലോക്ക് ചെയ്തിടുന്നുണ്ട്. അത്രയും ദിവസം 365 ദിവസത്തിൽ 10 ദിവസം ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങളോട് കാര്യങ്ങൾ നടത്തും. ആരാണ്ടാ ചോദിക്കാൻ? ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് അവിടെ. അന്നേ ദിവസം ഏത് കമ്മീഷണറാണെങ്കിലും, ഏത് കളക്ടറാണെങ്കിലും, ഏത് മന്ത്രിയാണെങ്കിലും, അന്നത്തെ ദിവസം മന്ത്രി, അന്നത്തെ ദിവസം തമ്പുരാൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആൾക്കാരാണ്. അന്ന് അവരോട് എന്തെങ്കിലും ഒന്ന് കയർ തൊട്ടാൽ മതിയുണ്ട്, അയ്യോ അത് എന്നെ ഉപദ്രവിച്ചു, ഒന്ന് കയറി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് എന്നെ മർദ്ദിച്ചു, ദേ അമ്പലം പൂരം കലക്കാൻ പോണു, ദേ ഹിന്ദു മതത്തെ നശിപ്പിക്കാൻ പോണു. ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് കേട്ട കാര്യങ്ങളല്ല, കഴിഞ്ഞ 5-10 വർഷങ്ങളായിട്ട് സ്ഥിരം കേൾക്കുന്നൊരു പരിപാടിയാണ്. എക്സിബിഷൻ നടത്തുന്നത്, അതിന് ശവം കൊണ്ടുവയ്ക്കാൻ മെഡിക്കൽ കോളേജുകാർ ഗീത നടത്താൻ അനുവാദം ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്നാണ് പറഞ്ഞത് തേങ്കാട്ടിൽ. അപ്പോൾ അത് വേറെ കഥ. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ അവരവിടെ ആ ഒരു ഭാഗം മുഴുവൻ അവരുടെ വരുതിയിലേക്ക് നിർത്തുകയാണ്. 10 ദിവസമേ ഉള്ളൂ. അത് സാധാരണ വിട്ടുകൊടുക്കാറാണ് പതിവ്. അന്നത്തെ ദിവസം കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരം അടുക്കും തോറും അവർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ പൂരം നടത്തൂല, ഞങ്ങൾ പൂരം നടത്തില്ല.
കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് പറഞ്ഞു വരുന്നൊരു പല്ലവിയാണ്, ഞങ്ങൾ ആചാരപ്രകാരം നടത്തും. ആചാരപ്രകാരം നടത്താൻ പാടുള്ളൂ, അതാണ് അതിൻ്റെ ശരി. ഇപ്പം ആചാരപ്രകാരം അല്ല നടത്തുന്നത്, അത് വേറെ കാര്യം. അമ്പലങ്ങളിൽ കരിവീരന്മാരെ, കാട്ടാനകളെ എഴുന്നള്ളിക്കുക, അത് ആദ്യം നിർത്തണം. ഇത് എവിടെയുള്ളത് ഈ പരിപാടി? ഉത്തര കേരളത്തിലുണ്ടോ? അവർ തിടമ്പ് തലയിൽ വെച്ച് നൃത്തമാണ് ആടുന്നത്. ഇപ്പോൾ കൊല്ലത്ത് പൂരം ആരംഭിച്ചു, കൊല്ലം പൂരം. എന്നിട്ട് ആൾക്കാർ മുഴുവൻ കസേരയിൽ ഇരുന്നിട്ട്, ഇനി ടിക്കറ്റ് ഉണ്ടോ അറിയില്ല, കസേരയിൽ ഇരുന്നിട്ടാണ് കാണുന്ന പൂരം കാണുന്നത്. തൃശ്ശൂർ പൂരത്തിന് പകരം കൊല്ലം പൂരം. ഇതൊക്കെ നല്ല പ്രവണതകളല്ല ഇതൊന്നും. എന്നിട്ട് 10, 30, 40 കരിവീരന്മാർ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാലും, ആ റോട്ടിൽ തിരിഞ്ഞാൽ ഈ റോട്ടിൽ തിരിഞ്ഞാലും ആനകളെ, അതിൻ്റെ മോന്തയും ഇതൊക്കെ എന്തൊക്കെയോ കെട്ടിവെച്ച ആനകളെ, സത്യം പറഞ്ഞാൽ അന്നേ ദിവസം തൃശ്ശൂർ പൂരം ഇന്ന ദിവസമാണെന്ന് ആനകൾക്ക് അറിയില്ല. ആനകൾക്ക് അത് എണ്ണാൻ കഴിയുമെങ്കിൽ അന്നേ ദിവസം അവന് വല്ല എന്തെങ്കിലും കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യുവാൻ. അത്രയും 10, 36 മണിക്കൂർ ഇതിനെ വേഷം കെട്ടിച്ച്, ആനകൾക്കൊക്കെ വലിയ സന്തോഷമല്ലേ, നെറ്റിപ്പട്ടോ കോലയ്ക്കും വെച്ച് അതിൻ്റെ മേലെ കുറേ ബീഡി വലിക്കാരും ചാരായം കുടിക്കാരും കയറിയിരിക്കുന്നതൊക്കെ. എന്നിട്ട് അതിൻ്റെ 4 കാലേ ഉള്ളൂ എന്ന വെപ്പ്, 6 കാൽമിൽ ചങ്ങല. എന്നിട്ട് ഇങ്ങനെ 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 നടക്കുന്നത്, ആന നടക്കുന്നതാണ്. അത് നിന്നോടത്ത് നിന്നിട്ട് കാല് കൊള്ളുമ്പോൾ എനിക്ക് കാല് കൊള്ളുമെന്ന് പറയാൻ പറ്റുമോ? കറുത്ത ശരീരമാണ്, ആയതുകൊണ്ട് തന്നെ ചൂട് അവിടെ തട്ടുന്നതിൻ്റെ ഇരട്ടി എഫക്റ്റ് ചെയ്യും. ഈ 36 മണിക്കൂറും അതിനുകൊണ്ട് വെയിലത്തുകൊണ്ട് നിർത്തുകയാണ്. അത് വേറെ തെറ്റ്. ആന മതിക്കാൻ കഴിയാത്ത രീതിയിലാണ് എല്ലായിടത്തോടും കെട്ടും പൂട്ടിവിട്ട് വെച്ചിട്ടുള്ളത്. ഇത്രയും വലിയ ജനമുഖ സമുദ്രത്തിനകത്ത് 10, 60, 70 ആനകളെ കൊണ്ട് നിർത്തുന്നതിനേക്കാൾ അല്പത്തരം അല്ലെങ്കിൽ അവിവേകം വേറെ എന്താ ഉള്ളത്? അത് ആദ്യം നിർത്തിവെക്കണം. ഇനി അത്രയും ആവശ്യമാണെങ്കിൽ നമ്മളെ ഡൺലപ്പുകാരോട് പറഞ്ഞാൽ ആനയെ കിട്ടും. നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ ഷാർജയിൽ നടത്തുന്ന ഒരു പൂരത്തിന് ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ ആന കണ്ട പേടിച്ചു പോകും. ഗുരുവായൂർ കേശവനേക്കാൾ ഉയരാണ്, കണ്ണൊക്കെ അടയ്ക്കും തുറക്കും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്തത് റബ്ബർ കൊണ്ടുള്ള ആനയാണ്, ഡൺലപ്പ് ആനയാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നോക്കുന്ന സമയത്ത് നമുക്ക് പേടി തോന്നും. ചിലപ്പോൾ കൊമ്പോട്ട് കുത്തുമെന്ന് തോന്നും. അതാച്ചാൽ മടക്കി ചുരുട്ടി വെക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. 10, 50 ലക്ഷം രൂപയ്ക്ക് ആനയെ വാങ്ങിച്ചാൽ ആന ചെരിയ. ഇതൊക്കെയും കള്ളക്കളികളാണ്. ആനയെ വാങ്ങിക്കാൻ പോകുന്നതും വാങ്ങിച്ചു കൊണ്ടിരുന്നതും ഇവിടെ കണക്കെഴുതുന്നതും ഒക്കെയും കള്ളക്കളികളാണ്. തൃശ്ശൂർ പൂരം മൊത്തം കള്ളക്കളിയാണ്. എക്സിബിഷനിലെ കള്ളക്കളി ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുറേ വഴക്കും വയ്യാവരി ഉണ്ടായി. എക്സിബിഷൻ നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ തരണമെന്ന് പറഞ്ഞു കൊച്ചിൻ ദേവസ്വം ബോർഡ്. അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പന്തൽ കെട്ടൽ, ഇത്രയും 4 പന്തൽ അന്നേ ദിവസം എന്തെങ്കിലും അവിടെ. ഇന്നത്തെ കാലഘട്ടം എന്താണ് വാസ്തവത്തിൽ? ഇന്നത്തെ കാലഘട്ടം തീവ്രവാദത്തിൻ്റെയും മറ്റിൻ്റെയും കാലഘട്ടം. ആരാണ്, എപ്പോഴാണ്, എന്താണ്, എവിടെ കൊണ്ടാ പൂശാന്നറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവിടേക്ക് വാഹനങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയണ്ടേ? അത് കഴിയാത്ത രീതിയിലാണ് 4-5 മറ്റേ പന്തലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതും ഈ സമൂഹത്തിൻ്റെ മേലെയുള്ള ഒരു കുതിരകയറ്റമാണ്, അശ്വമേധം നടത്തലാണ്. ആരാണ്ട് അവിടെ ചോദിച്ചിട്ട് ആ പന്തലെടുത്ത് ഇനി അടുത്ത പ്രാവശ്യം ആ പന്തൽ റോട്ടിൽ കൊണ്ടിട്ടല്ല പണ്ടാരടങ്ങേണ്ടത്. അത് നിങ്ങളുടെ തേക്കുംകാട്ടിൽ കൊണ്ടുവയ്ക്കുക, അവിടെ സ്ഥലമുണ്ടല്ലോ. റോഡ് കുഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ മന്ത്രിസഭ ഉണ്ടാവില്ല. പിന്നെ ഉടനെ തന്നെ കാര്യം ഡൈവേർട്ട് ചെയ്യാണ്. എങ്ങനെ? ഹിന്ദു സമൂഹത്തെ നശിപ്പിക്കുന്നു, ഹിന്ദു ആചാരത്തെ നശിപ്പിക്കുന്നു, ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ ഈ വേറെ സാധനം ഇതിനകത്ത് വന്ന് കയറി ഇടയ്ക്ക് ഒന്ന് കയറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ആ പന്തല് പണി തന്നെ തെറ്റ്. ഇനി വെടിക്കെട്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഭൂലോക വിദ്യ എന്ന് പറയാം ശ്രീനാരായണ ഗുരുദേവനെ. ഞാനത് പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ് കേട്ടോ. ഗുരുദേവൻ എന്തൊക്കെയും പറഞ്ഞുവോ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രതിമ വെച്ചൊന്നും ആരാധിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ എന്താ, എവിടെ തിരിഞ്ഞു നോക്കിയാലും സിമെന്റ് താണു. അങ്ങനെയാണ് മറ്റുള്ളവർ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത്, ഞാനല്ല. പുറമ്പോക്കിൽ സിമെന്റ് താണു. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ കേട്ട കഥകളാ. ഞാനപ്പോൾ തന്നെ ചെവി പൊത്തി, എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. എവിടെ പുറമ്പോക്കുണ്ടോ അവിടേക്കും സിമെന്റ് കൊണ്ട് നാണൂനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ നാണു എന്ന് വിളിക്കാറില്ല കേട്ടോ. ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് അക്ഷരത്തിന് ലോപമില്ലാതെ തന്നെയാണ് വിളിക്കാറുള്ളത്. ആത്മോപദേശകം ഒക്കെ എനിക്കറിയാം, ഞാൻ കാണാപ്പടം പഠിച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള മഹാത്മാക്കളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കരി 2 പാടില്ല, കരിവീരം പാടില്ല, വെടിക്കെട്ടും പാടില്ല. കരിവീരന്മാരും വെടിക്കെട്ടും ഇല്ലാണ്ട് എന്തിനാ മദ്യം മണപ്പിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഇപ്പം മദ്യരാജാക്കന്മാരാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ. അപ്പം അതിനെ കഴിഞ്ഞല്ലോ. കരിവീരന്മാർ പാടില്ല. ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണ് കാട്ടാനകളെ കൊണ്ട് എഴുന്നള്ളിക്കുന്നത്. ഇത് കഴിഞ്ഞ് വെടിക്കെട്ട് ബോംബ് സ്ഫോടനം പോലെയാണ്. ചുറ്റും ജനങ്ങളാണ്. ആയതുകൊണ്ടാണ് പറഞ്ഞത് വെടിക്കെട്ടിന് ഇന്ന സാധനങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. ഞങ്ങൾ പൂരം നിർത്തിവെക്കാൻ പോവാ. വെടിക്കെട്ടിന് റെസ്ട്രിക്ഷൻ വേണം. ഞങ്ങൾ പൂരം നിർത്തിവെക്കാൻ പോവാ. ഗവൺമെന്റ് അംഗീകരിച്ച കാര്യങ്ങളെ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂരം നിർത്തിവെക്കാൻ പോവാ. ആചാരപ്രകാരം നടത്താൻ പോവാ. ഇത്രയും വലിയൊരു സമൂഹത്തിൻ്റെ ഇടയിൽ വെടിക്കെട്ട് നടത്തിയ പുറ്റിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെടിക്കെട്ട് നടത്തിയിട്ട് 108 പേരവിടെ മരിച്ചത്. അന്ന് പോലീസുകാരൻ വെക്കിട്ട് ആൾക്കാർ കയറി. ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പേരിലാണ് ഓരോ കാര്യങ്ങൾ. ഇങ്ങനെ പാടില്ല, ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ പാടില്ല, ഇങ്ങനെ പാടുള്ളൂ. നേരത്തെ തീരുമാനിക്കും. അപ്പോൾ ഈ പറയുന്ന തൊള്ളപ്പാറന്മാരൊക്കെ അവിടെ കൂടിയിരിക്കും. അത് കഴിഞ്ഞ് പുറത്തു വന്ന് പൂരം നടത്തേണ്ട സമയമാകുമ്പോഴേക്കും പറയും ഞങ്ങൾ പൂരം നടത്തില്ല. അപ്പം പിന്നെ സ്പെഷ്യൽ അനുവാദം. ഡൽഹിയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി സ്പെഷ്യൽ അനുവാദം. ആർക്ക് വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ഷൻ പറയുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ തൊള്ള കൊണ്ട് തന്നെ പറയുക, എന്നെ കയ്യാമം വെച്ചു. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനടുത്ത് 10-60 ആനകളെ എഴുന്നള്ളിക്കുക, ഇത്രയും ഭീകരമായിട്ടുള്ള വെടിക്കെട്ട് നടത്തുക, വാഹനങ്ങൾക്കും ഫയർഫോഴ്സിനും ഓടിക്കയറാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന 5-6 പന്തൽ പണിയുക, റോഡിൽ പന്തൽ പണിയുക, ഇതൊക്കെയും വലിയ അപകടത്തെ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. അത് ഇന്നലെ ഈ നാളെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാർത്തടിച്ച് നിലവിളിക്കാൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് അവസരം കൊടുക്കരുത്. കാരണം അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ വലിയ വലിയ അപകടത്തിലേക്കുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ സമൂലം മാറ്റേണ്ടതുണ്ട്. ഒരു ആനയുണ്ട്, അതിനൊരു കണ്ണില്ല, രോഗം പ്രമേഹമാണ്, അതിനെ തന്നെ കൊണ്ട് എഴുന്നള്ളിക്കണത്രേ. ആരോ പറഞ്ഞു ആനകളുടെ മമ്മൂട്ടി, ആനകളിൽ അമിതാഭ് ബച്ചൻ എന്നൊക്കെയും പറഞ്ഞിട്ട് അതിന് വയ്യ ചാവാറായി അതിനെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കാവിൽ ആനയാണ്. അതിനെ തന്നെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം വരെ കിടപ്പ് രോഗിയാണ്. അന്നേ ദിവസം അതിൽ എങ്ങനെയും എണീപ്പിച്ച് നിർത്തിയിട്ട് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിച്ചു. ആരെയും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? കമ്പ്യൂട്ടറൊന്നുമല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. ആ മറ്റേ സാധനം ആണ് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ ചിക് 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 എന്നാണ് എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ ചത്ത ആളെ ജീവിപ്പിക്കുന്ന സർക്കാരാണ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു തരികിട പരിപാടിയാണ് ഇന്നത്തെ തൃശ്ശൂർ പൂരം. യാതൊരു ചിട്ടകളും വട്ടങ്ങളും ഇല്ലാത്ത അവിവേകികളായിട്ടുള്ള 2 കമ്മിറ്റിക്കാർ കൂടി നടത്തുന്ന ഒരു പരിപാടി. എന്തായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പകലാക്കിയത് കുറച്ച് നന്നായി. ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് എല്ലാ വർഷവും ഇത് ഭഗവാന്റെ ഇംഗീതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വർഷം വെടിക്കെട്ട് വല്ല ഉച്ചയ്ക്ക് 12 മണിക്ക് നടത്തും. അപ്പം അത്രയും ആൾക്കാർ കുറഞ്ഞു കിട്ടുമല്ലോ. ഏതായാലും പറയാനുള്ളത് ഇത്ര മാത്രമാണ്. അവിടെ നടന്ന ഇന്നലെയും മിനിഞ്ഞാന്നും നടന്ന സംഭവത്തെ അധികരിച്ചു മാത്രമല്ല സംസാരിക്കാനുള്ളത്, അതിൻ്റെ മൊത്തം കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് സമൂലമായിട്ടുള്ളൊരു മാറ്റം ഗവൺമെൻറ് വരത്തില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഹിന്ദു സമൂഹത്തിനെതിരെ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ വി ഡി സവർക്കർ എന്ന് വിളിച്ചു. ആരാണ്ടാ വി ഡി സവർക്കർ? വി ഡി സവർക്കറുടെ ഫോട്ടോ അവിടെ കൊണ്ട് കാണിച്ചു. ഇതിലേക്ക് തെമ്മാടിത്തരത്തല്ലാണ്ട് വേറെ എന്തെങ്കിലും പേര് പറയാൻ പറ്റുമോ? ഇനി നാളെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ കേന്ദ്രത്തിൽ അധികാരം കിട്ടിയെന്നിരിക്കട്ടെ. അവരവിടെ കേന്ദ്രത്തിൽ അധികാരം കിട്ടി കഴിഞ്ഞാൽ അവർ കൃഷ്ണപിള്ള സഖാവിൻ്റെ കോലം ഉയർത്തിയാലോ? ഇത്തവണ രാംലല്ല, ഏതാണ് ഈ രാംലല്ല? അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. കൊടകൾ മാത്രമാണ് മാറ്റാറുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് 500 വർഷം പോലത്തെ കാര്യമല്ല പറയുന്നത്. ഞാനൊക്കെ തൃശ്ശൂർ പൂരം വല്ലപ്പോഴും കണ്ട സമയത്ത് കൊടകൾ മാത്രമാണ് മാറ്റിയിരുന്നത്. ഇപ്പോൾ കൊടകളുടെ മേലെ കാൾ മാർക്സ്, കൊടകളുടെ മേലെ എന്താ രാംലല്ല. ആരാടോ ഈ രാംലല്ല? എന്താണോ ഈ രാംലല്ല? അങ്ങനെ ഒരു എല്ലിനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ കൊടയുടെ മേലെ പാറമേക്കാവ് ഭഗവതി, കൊടയുടെ മേലെ തിരുവമ്പാടി ഭഗവതി, അതുപോലൊന്നും അനുവദിക്കരുത്. കൊട മാറ്റം എന്ന് പറഞ്ഞാൽ കൊടയുടെ മാറ്റം മാത്രമാണ്. അങ്ങനെയാണ് നടന്നു വന്നിരുന്നത്. അതിനൊക്കെയും അത്തരം സിസ്റ്റങ്ങൾ, ആചാരങ്ങൾ മുഴുവൻ തച്ച് തകർത്ത് അടിച്ച് ഒതുക്കി മറച്ച് ചതച്ച് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. വാസ്തവത്തിൽ ആരുടെയൊക്കെയോ ചില പ്രൊജക്ഷൻ, സെൽഫ് പ്രൊജക്ഷൻ,
അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം, അവരുടെ പേരും പെരുമയും, ഇതിനു വേണ്ടി മാത്രം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത്തവണ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. എല്ലാ നേതാക്കന്മാരും വലിയ വായുള്ള ആൾക്കാരും അതിൻ്റെ ഒപ്പം ചെന്ന് നിൽക്കാൻ കുറേ പത്രക്കാരും, എന്നിട്ട് അവരോട് അഭിപ്രായം ചോദിക്കും. എന്നിട്ട് 10-50 വയസ്സുള്ള ആൾക്കാർ പറയുന്നത്, അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന കഴിഞ്ഞ 100 വർഷമായിട്ട് ഞാൻ കാണാൻ വരുന്നത്. പിന്നെ അങ്ങോട്ട് പറയുകയാണ് തൃശ്ശൂർ പൂരം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. ഞാൻ ഇപ്പോൾ തമിഴ്നാട്ടിലാണ്, കോയമ്പത്തൂർ വന്ന് തൃശ്ശൂർ പൂരത്തേക്ക് അന്വേഷിച്ച് നോക്ക്. തൃശ്ശൂർ പൂരോ എന്തോ തൃശ്ശൂർ പൂരം അവർക്ക് അറിയില്ല. എന്നിട്ട് പറയുന്നത് ബ്രസീലിൽ നിന്ന് ആൾക്കാർ വരും, ന്യൂസിലൻഡിൽ തൃശ്ശൂർ പൂരത്തിൽ കാണാൻ ഇതൊക്കെ വെറും എന്തായാലും പറയാ കുറെ വിഡ്ഢിത്തങ്ങൾ അല്ലാണ്ടൊന്നും പറയാനില്ല. ആയതുകൊണ്ട് തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് എന്താ സ്വാമിക്ക് പറയാനുള്ളത് എന്ന് ഇതിനൊരാൾ വിളിച്ചു ചോദിച്ചു, ഒരു അശോകൻ ടി.ആർ. അങ്ങനെ വിളിച്ചു. അപ്പം ഞാനിത് പറയേണ്ട ഈ പണ്ടാരക്കാട്ടിനെ കുറിച്ച് പറയേണ്ടെന്നിരിക്കുകയായിരുന്നു. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആനയെ മാറ്റണം, വെടിക്കെട്ടും മാറ്റണം, ആ പന്തലും മാറ്റണം, അതിന് സമൂലം മാറ്റണം. എന്നിട്ടേ തൃശ്ശൂർ പൂരം നടത്താൻ അനുവാദം കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ തലപ്പത്ത് ഒരു സ്വാമി വരണം. ആരാന്നറിയോ? സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ. ആരാത് അറിയോ? നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ?